എക്കോ ഫ്രണ്ടിലേക്കിട്ടുള്ള ഇറക്കിയിട്ടുള്ള വെഹിക്കിളാട്ടോ അപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കണേ. ഗൈസ്, ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ വാഹനത്തിൽ, അതായത് എയ്സിൽ വെറും പെട്രോളോ ഡീസലോ ഇലക്ട്രിക് അല്ലാട്ടോ. അതായത് ഫ്ലക്സ് ഫ്യൂൽ എന്നുള്ളൊരു ബാഡ്ജിങ് കണ്ടോ. ലൂയിസ് മെൻസനോ കണ്ടുപിടിച്ചിട്ടുള്ള ഫ്ലക്സ് ഫ്യൂലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്ലക്സ് ഫ്യൂൽ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഹൈ മൈലേജും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്ന ആ ഒരു പൊട്ട ഗ്യാസില്ലേ, അത് നല്ലൊരു രീതിക്കാണ് പുറത്തേക്ക് പോവുക. അങ്ങനെ എമിഷനും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി എന്താണ് ഫ്ലക്സ് ഫ്യൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 85% എത്തനോളും ബാക്കിയുള്ള ആ ഒരു ശതമാനം മാത്രമാണ് പെട്രോൾ ഉണ്ടാവുള്ളതിൽ. വാഹനത്തിന്റെ സൈഡിലുള്ള ബാഡ്ജിങ് നോക്കിയാൽ 900 കിലോഗ്രാമാണ് ഈ വാഹനത്തിന്റെ പേലോഡ് എന്ന് പറയുന്നത്. ഈ ബാക്കിൽ കാണുന്ന ആ ഒരു ലോഡ് ബോഡിയിൽ ഏകദേശം 7 ഫീറ്റോളം വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലോഡ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. നല്ല സ്ട്രോങ് ബോഡിയാണ്. ഇനി ഈ വാഹനത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്നറിയോ, അഡാസ് സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചെറിയൊരു മിനി ട്രക്കിലേക്ക് ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവന്നേക്കുന്നത്. മെയിൻ ആയിട്ടും ഈ അഡാസിൽ എന്തൊക്കെയുള്ളതെന്നറിയോ, ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ്, അതായത് ഫ്രണ്ട് കൊളീഷൻ വാണിംഗ്, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ട്രാഫിക്കിലുള്ള ഒരു കൊളീഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള ഒരു സെൻസറുകളും റഡാറുകളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള പെയിന്റും ഗ്രാഫിക്സ് ആട്ടോ സൈഡിൽ നമുക്ക് കൊടുത്തേക്കണം കാണാം. ഇനി ചെക്കന്റെ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 694 cc ഡുവൽ സിലിണ്ടർ ഗ്യാസോലിൻ എഞ്ചിനാണ് കൊടുത്താണ്. 30.1 bhp പവറും 60 Nm ടോർക്ക് ആട്ടോ ചെക്കൻ പ്രൊഡ്യൂസ് ചെയ്യണത്. എങ്ങനെയുണ്ട്, അടിപൊളിയില്ലേ? ഇനി ഇവന്റെ GVW നോക്കുകയാണെങ്കിൽ 1740 കിലോഗ്രാം ആണ് വരുന്നത്. ഓവറോൾ ടോട്ടൽ സ്പീഡ് നോക്കുകയാണെങ്കിൽ 65 km/h വരെ സ്പീഡിൽ പോകാട്ടോ. ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 1840 mm, വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 1500 mm, വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2100 mm ആട്ടോ വരുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.